തിരുവമ്പാടി KSRTC ബസ് കവർച്ചാ കേസിലെ പ്രതി 36 വർഷത്തിന് ശേഷം പിടിയിലായി. മൈസൂരുവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം ഊർങ്ങാട്ടേരി സ്വദേശി VK ജോസ് ആണ് പിടിയിലായത്. കേരള കർണാടക പോലീസിന്റെ സംയുക്ത നീക്കത്തിലായിരുന്നു അറസ്റ്റ്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയാണ് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചത്. വിശദാംശങ്ങളുമായി മുബാറക് ഉണ്ട് കോഴിക്കോട് നിന്നും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മുബാറക്, എന്താണ് വിശദാംശങ്ങൾ? നാടകീയമായ സംഭവങ്ങളാണല്ലോ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗൗതം, അത്യധികം നാടകീയമായ സംഭവങ്ങളാണ്. അതായത് നീണ്ട 36 വർഷക്കാലം പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇത് 1990-ലെ തിരുവമ്പാടി KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് അവിടുത്തെ ജീവനക്കാരനായിരുന്ന കണ്ടക്ടറെ തോക്ക് ചൂണ്ടി വലിയ അളവിലുള്ള പണം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ്. ഇതിനുശേഷം ഇയാൾ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അങ്ങനെ ഇയാൾ മൈസൂരുവിലെത്തി മറ്റൊരു പേരിൽ അവിടെ ജീവിതം തുടർന്ന് വരികയായിരുന്നു എന്നുള്ളതാണ്. ഇയാൾ മൈസൂരുവിൽ ശിവകുമാർ എന്നുള്ളൊരു കള്ളപ്പേരിലായിരുന്നു താമസിച്ച് വന്നിരുന്നത്. ഇയാൾ മൈസൂരുവിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഒരു വിവാഹം കഴിക്കുന്നു. അതിൽ 2 പെൺകുട്ടികൾ ഉണ്ടാകുന്നു. അങ്ങനെ 36 വർഷങ്ങൾക്കിപ്പുറം ഈ 2 പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ആണ് ഇത്തരത്തിൽ 66-ാമത്തെ വയസ്സിൽ ഈ മലപ്പുറം ഊർങ്ങാട്ടേരി സ്വദേശിയായിട്ടുള്ള VK ജോസ് എന്ന 66 വയസ്സുകാരനെ ഇപ്പോൾ തിരുവമ്പാടി കർണാടക പോലീസിന്റെ സംയുക്ത നീക്കത്തിൽ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇയാൾ ഇത്തരത്തിൽ ഒരു കവർച്ചാ കേസിലെ അല്ലെങ്കിൽ ഒരു പ്രതിയായിരുന്നു എന്നുള്ള വിവരം ഈ ഭാര്യയ്ക്കോ മൈസൂരുവിൽ അവിടെ താമസിച്ചിരുന്ന അയൽവാസികൾക്കോ പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അത്രയും സൂക്ഷ്മമായി തന്നെയാണ് ഇയാൾ ഓരോ കാര്യങ്ങളും നീക്കിയിരുന്നത്. ഇയാൾ താമസിച്ചിരുന്ന മുറിയിൽ ഭാര്യയെ, അതായത് റൂം വൃത്തിയാക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്നും പുറത്തു വരുന്നത്. ഈ വിവരം അറിഞ്ഞയുടൻ, അതായത് ഈ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യ പോലീസിന്റെ എമർജൻസി ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 112-ൽ വിളിക്കുകയായിരുന്നു. ഈ വിവരം ജോസ് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കർണാടക പോലീസ് സ്ഥലത്തെത്തി വീട്ടിൽ പരിശോധന നടത്തുമ്പോഴാണ് ഇയാൾ താമസിക്കുന്ന വീടിന്റെ അകത്ത് നിന്ന് ഒരു തോക്കും അതുപോലെ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പഴയ രേഖകളെല്ലാം കണ്ടെത്തുന്നത്. അങ്ങനെയാണ് സംശയം തോന്നിയ കർണാടക പോലീസ് തിരുവമ്പാടി പോലീസിനെ വിവരം അറിയിക്കുന്നത്. ശേഷം തിരുവമ്പാടി പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഇയാളായിരുന്നു 36 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ തിരുവമ്പാടി KSRTC സ്റ്റാൻഡിൽ കണ്ടക്ടറെ തോക്ക് ചൂണ്ടി പണം കവർന്ന കേസിലെ പ്രതിയാണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ തിരുവമ്പാടി താമരശ്ശേരിയിലുള്ള കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്.